ഇന്നിവിടെ കുറച്ച് ഫിഷ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിലും കുറച്ച് എളുപ്പമാട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ചൂണയാണ്. അപ്പൊ നമുക്ക് ഈ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുത്തതിൻ്റെ, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ചൂണ ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് 2-3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് മാറ്റി വെച്ചേക്കുന്നത് അതും കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യുവാണ്. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള. എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ വലിപ്പത്തിന് പരത്തിയെടുത്ത് ആദ്യം നമ്മൾ മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലാക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുത്ത് മാറ്റുവാണ്. മറ്റുള്ള കട്ട്ലേറ്റുകൾ ഉണ്ടാക്കുന്നതിലും ഭയങ്കര എളുപ്പമാട്ടോ ഈ ട്യൂണ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല സവാള വെച്ചിട്ടുള്ള സാലഡിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.